ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നിതീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. സമയം 3:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊന്നും ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പം കല്യാണത്തിന് പോകുന്ന ഡ്രസ്സൊക്കെ ഞാൻ ആദ്യം തേച്ച് വയ്ക്കുകയാണ് കേട്ടോ. ഉറങ്ങിയാൽ പിന്നെ എണീക്കാൻ കുറച്ച് നേരം വീഴും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ സംസ്കാരം കഴിഞ്ഞിട്ട് ഞാനിതാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ആദ്യം ഒരു ഗ്ലാസ് ചായ വെച്ച് കുടിക്കുക കേട്ടോ ചെയ്യണത്. ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കക്ഷണമുണ്ട്. ചായയുടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതാ അരി ഉഴുന്നൊക്കെ വെള്ളത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് ആട്ടിയെടുക്കാൻ പോവുകയാണ്. എൻ്റെ ചെറിയ അടുക്കള ആയതുകൊണ്ട് ഗ്രൈൻഡർ മിക്സിയൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് അത് അവിടെ നിന്ന് മാറ്റി വെക്കും കേട്ടോ. അങ്ങനെ ഗ്രൈൻഡർ ഞാനിതാ ഉഴുന്നിനെയൊക്കെ ഒന്ന് അരയ്ക്കാനിട്ടിട്ട് കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് കടലമാവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് മിച്ചർ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാനിതാ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മളെ മാവിലോട്ട് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മാവ് ഇതാ ഇതുപോലെ ലൂസായിരിക്കണം കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഞാനിതാ ഒരു ചീനച്ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ചൂടാകുമ്പോഴേക്കും ഇതാ ഉഴുന്നൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാനൊന്ന് വാരിയെടുക്കുകയാണ്. ഉഴുന്നൊക്കെ വാരിയെടുത്തതിന് ശേഷം ഞാനിതാ അരിഞ്ഞും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴേക്കും എണ്ണയ്ക്ക് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ മിച്ചറിന് ഉണ്ടാക്കിയെടുക്കുകയാണ്. മോള് വന്നിട്ട് ഇതാ മിച്ചറിനൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നന്നായി ഇഷ്ടമായിട്ടുണ്ട്. ആയത് കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വളരെ സിമ്പിളാട്ടോ അത് ഉണ്ടാക്കാൻ. അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് വേവുന്നുണ്ട് കേട്ടോ അത്. അങ്ങനെ മിക്സറെല്ലാം ഞാനിതാ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ആ എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കറുവേപ്പിലയും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ മിക്സറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ അരിയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനൊന്ന് ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി ചായയുടെയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇത് വാരി വയ്ക്കണുള്ളൂ. അപ്പോഴേക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒക്കെ ചായ വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാനിതാ ചായയൊക്കെ ഉണ്ടാക്കുകയാണ്. ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്കിന്ന് കല്യാണം ഉണ്ടെന്ന്. കുട്ടികളൊക്കെ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് മൈലാഞ്ചി ഇടുന്നു കേട്ടോ. അവർക്ക് ഞാനിതൊന്ന് കൊണ്ടുകൊടുക്കാൻ പോവുകയാണ്. മോളാട്ടോ എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എല്ലാവരുടെയും മൈലാഞ്ചിയൊക്കെ ഇട്ടത് കാണിച്ചു തരികയാണ്. നാത്തൂൻ്റെ മോള് വിരുന്ന് വന്നിട്ടുണ്ട്. പിന്നെ വിരുന്ന് നിങ്ങൾക്ക് അറിയില്ലേ, കുട്ടികളെ മൈലാഞ്ചി ഇടുന്നത് കണ്ടിട്ട് ഉമ്മി വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞാനിതാ അരിഞ്ഞൊക്കെ ഒന്ന് വാരി വയ്ക്കുകയാണ് കേട്ടോ. അരിയൊക്കെ വാരി വെച്ചിട്ട് പിന്നെ ഇതാ ഗ്രൈൻഡറിനൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. പാത്രങ്ങളൊക്കെ കഴുകാണ്ട് അതിനൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേഗം നിസ്കരിച്ചിട്ട് ഇനി കല്യാണത്തിന് പോകണം കേട്ടോ. ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ഞാൻ ഇനിയും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.